ഹായ് നമസ്കാരം, മ്യൂസിക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്ട്രീം പിയാനോ കോഴ്സ് എന്നുള്ള ബുക്കിൽ നിന്നും 5ാമത്തെ ലെസൺ ഹലോവിയൻ എന്നുള്ള ലെസനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പൊരു 3 ലെസനൊക്കെ നമ്മൾ പഠിച്ചതൊക്കെ 2/4 അപ്പോൾ ഈ ലെസൺ നമ്മൾ പഠിക്കുന്നത് 3/4. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മെട്രോണോം ഇട്ടിട്ട് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ മാത്രമല്ല കേട്ടോ, ഈ പഠിക്കുന്ന ലെസണിലും നമ്മൾ അതുപോലെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ ടൈം കളയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇത് പഴയ എക്സ്ട്രീം പിയാനോ കോഴ്സ് ബുക്ക് തന്നെയാണ്. ബുക്ക് നമ്മൾ കംപ്ലീറ്റ് കോഴ്സ് പോലെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നിട്ട് നമ്മൾ പഠിക്കുന്നത് 5ാമത്തെ ലെസൺ ഹലോവിയൻ എന്നുള്ള ഈ ലെസനാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 3/4 ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുമ്പ് വായിച്ചൊക്കെ 2/4 ആണ്, അതായത് 1 2 1 2 ഈ സ്റ്റൈലിലാണ് നമ്മൾ മുമ്പ് കൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ 1 2 3 1 2 3 ഇങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഇതിൻ്റെ ടൈം സിഗ്നേച്ചർ, കീ സിഗ്നേച്ചർ എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ സി മേജറിൻ്റെ റൂട്ട് ആയതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ടൈം സിഗ്നേച്ചർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കീ സിഗ്നേച്ചർ ഒന്നും കാണുന്നില്ല. എല്ലാം സി മേജറിൻ്റെ റൂട്ടാണ് കേട്ടോ. എല്ലാം നാച്ചുറലാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. വൈറ്റ് കീയിലാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നാച്ചുറലിൽ വരുന്ന നമ്മൾ 5 നോട്ടുകൾ ഇതിൽ പഠിക്കുക എന്നുള്ളതാണ്. റൈറ്റ് ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡിലും വരുന്ന നോട്ടുകൾ പഠിക്കുക എന്നുള്ളതാണ് ഈ ബുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ നോട്ടിനകത്ത് ഇവിടെ ഡോട്ടഡ് ഹാഫ് നോട്ട് എന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ 2 ബീറ്റൊക്കെ വായിക്കുന്നതിൽ ഒരു ഡോട്ട് കൊടുക്കും. അപ്പം ഞാൻ ഇവിടെ ഇതിൻ്റെ ലെസൺ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലെസൺ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ ഞാനിപ്പോൾ കാണിച്ചതിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് എഫ് ക്ലഫ് വരുന്നത് ലെഫ്റ്റ് ഹാൻഡും അതുപോലെ റൈറ്റ് സൈഡ് റൈറ്റ് ഹാൻഡ് വരുന്ന നോട്ടുകളും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി CD എന്നുള്ള നോട്ട് റൈറ്റ് ഹാൻഡിൽ പഠിച്ചതാണ്. ലെഫ്റ്റ് ഹാൻഡിൽ വരുമ്പോൾ CB എന്നുള്ള നോട്ട് പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ന്യൂ നോട്ട് എന്ന് പറയുന്നത്, അതായത് റൈറ്റ് ഹാൻഡിൽ വരുമ്പോൾ E എന്നുള്ള നോട്ടും ലെഫ്റ്റ് ഹാൻഡ് എഫ് ക്ലഫിൽ വരുമ്പോൾ A എന്നുള്ള നോട്ടാണ് പുതിയ നോട്ട് പഠിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിനകത്ത് വരുന്ന നോട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം കാണിച്ചു തരാം. നമ്മൾ ആദ്യം പഠിച്ചത് C D ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി 3rd ഫിംഗർ E ആണ് കേട്ടോ വായിക്കേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ടിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഫിംഗർ നമ്പർ കൊടുത്തിട്ടുണ്ട് 1 2 3 എന്നുള്ളത്. അപ്പോൾ നമ്മൾ 1 ഉള്ളത് തമ്പും, 2 ഇൻഡെക്സ് ഫിംഗർ, 3 മിഡിൽ ഫിംഗർ. ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സിയിൽ തമ്പ് തന്നെ വെച്ച് പഠിക്കുക, ഇങ്ങനെയൊന്നും മറിക്കാതെ വായിച്ച് പഠിക്കുക. ഡിയിൽ 2nd ഫിംഗർ, ഇയിൽ 3rd ഫിംഗർ വായിച്ച് പഠിക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ സിയിൽ തമ്പ്, ബിയിൽ 2nd ഫിംഗർ, ഇതിൽ മിഡിൽ ഫിംഗർ, അതായത് ഇൻഡെക്സ് ഫിംഗർ ആണ് 2nd ഫിംഗർ എന്ന് ഉദ്ദേശിച്ചത്. ഇത് മിഡിൽ ഫിംഗർ CBA ഇങ്ങനെ വായിക്കും. അപ്പോൾ CBE റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് CBA. ഈ 3 നോട്ടുകളാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇതിനകത്ത് തന്നെ 3/4 എന്നുള്ള താളത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു. 1 2 3 1 2 3 ഇങ്ങനെ ഓരോ ബാറും. അപ്പോൾ ഫസ്റ്റ് ബാറിൽ CDE എന്നുള്ള നോട്ട്, E എന്നുള്ള നോട്ട് ലൈനിൽ വരുന്നത്. നമ്മൾ റൈറ്റ് ഹാൻഡ് ആണ്. എവരി ഗുഡ് ബോയ് ഡസ് ഫൈൻ എന്നൊക്കെ പഠിച്ചിട്ടുള്ളതിൽ E എന്നുള്ള നോട്ടാണ്. ഇതാണ് ഈ കേട്ടോ. ആ എവരിയിൽ വരുന്ന E ഇതാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡിൽ വരുന്ന നോട്ട് CDE എന്നുള്ള നോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ E അല്ല, E ആണ് വായിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഇവിടുത്തെ മിഡിൽ C തന്നെ ഈ റേഞ്ചിൽ തന്നെ വായിച്ച് പഠിക്കുക. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇങ്ങോട്ടൊന്നും കയറി വായിക്കരുത്, ഇവിടെ തന്നെ വായിക്കുക. അപ്പോൾ ഇവിടെ വരുന്ന നോട്ടാണ് E എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ബാർ CDE ലൈനിൽ വരുന്ന നോട്ട് E, എവരി എന്നുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ലൈനിൽ വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ D എന്നുള്ള നോട്ടാണ്. അത് 3 ബീറ്റാണ്, ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 1 2 3 ഇത്രയും നേരം അമർത്തി പിടിക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും D വരുമ്പോൾ നമ്മൾ D അങ്ങനെ എടുക്കുക. 1 2 3 1 2 3 ഇങ്ങനെയാണ് വായിക്കുന്നത് കേട്ടോ. ലൈൻ ഞാനപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് ആ ലൈൻ ഒന്ന് വായിച്ച് കാണിച്ചു തരാം. ഇത്രയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കൗണ്ട് ചെയ്ത് വായിക്കണമെങ്കിലോ 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. പിന്നെ അതുപോലെ അതിലുള്ള ലിറിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ പാടി പഠിക്കുക. കാരണം ഞാൻ എല്ലാത്തിനും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആ നോട്ടിന് താഴെ ഒരു പാർട്ടായിട്ട് ഒരു ലിറിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂണിനനുസരിച്ച് നമ്മൾ പിച്ചിൽ പാടി പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ലെസൺ നമുക്ക് ജസ്റ്റ് ഒന്ന് നേരത്തെ ചെയ്ത പോലെ മെട്രോണം
ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നേരത്തെ അതെ സെയിം മെട്രോണും തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഞാൻ നേരത്തെ 2/4 ഇട്ട കാരണം അതങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ മാറ്റിയിടാൻ പോകുന്നു, 3/4 ആക്കാൻ പോകുന്നു. അപ്പം ഇവിടെ നമ്മൾ മുകളിലേക്ക് നീക്കിക്കഴിഞ്ഞ് 3/4 അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള 2 ആണ് ഞാൻ മാറ്റിയത് കേട്ടോ. ഇത് റൈറ്റ് സൈഡിൽ മാറ്റിക്കഴിഞ്ഞാൽ കണ്ടോ താഴത്താണ് ചേഞ്ച് ആവുക. ഇത് മുകളിലത്തെ നമ്മൾ ചേഞ്ച് 3/4 എന്നുള്ള ഇതിലേക്ക് വന്നു. ഇത് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തിട്ട് നമ്മളിത് നേരത്തെ ഇതേപോലെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊരു 70 നമുക്ക് മാറ്റാം. മാറ്റി. ഇപ്പോൾ ഇത് നമുക്ക് പ്ലേ നോക്കാം, അതിൻ്റെ ടൈമിംഗ് എങ്ങനെ വരുന്നത് നോക്കാം. 1 2 3 1 2 3 1 2 3 ഈ സ്റ്റൈലിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാം. 1 2 3 1 2 3. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഇതിൻ്റെ സ്പീഡ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നേരത്തെ പോലെ ഇതൊരു 100 നമുക്ക് മാറ്റാം കേട്ടോ. One, 2, 3 1 2 3 1 2 3 1 2 3 1 2 3. അപ്പോൾ ഇതുപോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് സ്പീഡിൽ വേണമെങ്കിലും മാറ്റിയിട്ടും നിങ്ങൾക്കതൊരു ടെൻഷനോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അതുമാത്രമല്ല നിങ്ങൾക്ക് ആ താളബോധം കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 3/4 ആണെന്നുള്ള ആ ഫീലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ സ്പീഡ് ഒന്നും കൂടി നമുക്കൊന്ന് കൂട്ടി നോക്കിയാലോ. കൂട്ടിയിട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഞാനിവിടെ 130 കൊടുക്കുന്നത് കേട്ടോ. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇങ്ങനെ സ്പീഡ് ചേഞ്ച് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വായിക്കുമ്പോൾ കറക്റ്റ് ടൈമിങ്ങിന് വായിക്കാൻ പോകും, താളത്തിൽ വായിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഞാൻ വീണ്ടും സ്ലോവിലൊന്നും ഇനി എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല, കാരണം കുറേ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട്. സിമ്പിൾ ലെസൺ ആണിത്. അപ്പോൾ നിങ്ങൾക്കിത് സ്പീഡ് കൂടുതലായി തോന്നുകയാണെങ്കിൽ നിങ്ങളിതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ പ്ലേബാക്ക് സ്പീഡ് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്, അത് കുറച്ചിട്ട് സ്പീഡ് കുറച്ച് കണ്ട് പഠിക്കുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് വരികയാണെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.